ജീവിതത്തിൽ ചില സത്യങ്ങളുണ്ട്. അവ പറഞ്ഞ നിമിഷം നിന്റെ ശക്തി കുറഞ്ഞു തുടങ്ങും. നിനക്ക് തോന്നുന്നുണ്ടോ എല്ലാം തുറന്നു പറയുന്നവരാണ് സത്യസന്ധരെന്ന്? എന്നാൽ അല്ല. ചാണക്യൻ പറയുന്നു, ചില കാര്യങ്ങൾ തല പോയാലും ആരോടും പറയരുത്. ഈ ഓഡിയോ അവസാനം വരെ കേട്ടാൽ നീ ഇനി ഒരിക്കലും നിന്റെ രഹസ്യങ്ങൾ എളുപ്പത്തിൽ ആരോടും പറയില്ല. നമുക്ക് നോക്കിയാലോ ഒന്നാമതായിട്ടത് എന്താണെന്ന്. സാമ്പത്തിക തകർച്ച, ദ സീക്രട്ട് ഓഫ് വെൽത്ത്. ചാണക്യൻ പറയുന്നത് അർത്ഥനാശം, മനസ്താപം, ഗൃഹേ തുച്ഛനീച വഞ്ചനം, ചാപമാനം ചാമതിമാന പ്രകാശയിൽ. പണനഷ്ടം, മനസ്താപം, വീട്ടിലെ ദോഷങ്ങൾ, വഞ്ചിക്കപ്പെട്ടത്, അപമാനം, ഇവ ബുദ്ധിമാൻ പുറത്തു പറയരുത്. നമുക്കൊരു ഉപമയോടെ ചെറിയൊരു കഥയിലങ്ങ് നോക്കിയാലോ. പണ്ട് മഗധയിലെ വലിയൊരു വ്യാപാരി ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു കടൽക്ഷോഭത്തിൽ അയാളുടെ കപ്പലുകൾ മുങ്ങി പണം മുഴുവൻ നഷ്ടപ്പെട്ടു. എന്നാൽ അയാൾ ആരോടും സങ്കടം പറഞ്ഞില്ല. പകരം പഴയതുപോലെ വസ്ത്രം ധരിച്ച് ചന്തയിൽ പോയി. അയാളുടെ ആത്മവിശ്വാസം കണ്ട് ബാങ്കർമാർ വീണ്ടും ലോൺ നൽകി. അയാൾ ബിസിനസ് തിരിച്ചു പിടിച്ചു. എന്നാൽ അയാൾ കരങ്ങി നടന്നിരുന്നെങ്കിൽ ആരും പണം കടം കൊടുക്കില്ലായിരുന്നു. പകരം ശത്രുക്കൾ അയാളെ ചവിട്ടിത്താഴ്ത്തുമായിരുന്നു. ഇന്നത്തെ ജീവിതത്തിൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കുറവെന്നോ ക്രെഡിറ്റ് കാർഡ് കടമുണ്ടെന്നോ അയൽക്കാരോടോ സുഹൃത്തുക്കളോടോ പറയരുത്. അത് നിങ്ങളോടുള്ള അവരുടെ ബഹുമാനം കുറയ്ക്കും. അവസരം വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് പകരം അവർ നിങ്ങളിൽ നിന്ന് അകന്നു മാറും. ഇനി അടുത്തത് എന്താണെന്ന് നോക്കിയാലോ. സ്വന്തം വേദനകളും സങ്കടങ്ങളും. ചാണക്യൻ പറയുന്നത് നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ ദൗർബല്യമാണ്. അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് നിങ്ങളെ കൂടുതൽ വേട്ടയാടാൻ മറ്റുള്ളവർക്ക് അവസരം നൽകും. ഒരു ചെറിയ കഥയും കൂടി കേട്ടാലോ. ഒരു കാട്ടിൽ മുറിവേറ്റ സിംഹം തൻ്റെ മുറിവ് എല്ലാവരെയും കാണിച്ചു നടന്നു. സഹതാപം കിട്ടുമെന്ന് കരുതി. പക്ഷെ എന്തായി? അത് കണ്ട കുറുക്കന്മാരും കഴുതപ്പുലികളും സിംഹം ദുർബലനാണെന്ന് മനസ്സിലാക്കി അവനെ ആക്രമിച്ചു കൊന്നു. ഇന്നത്തെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫീലിങ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നുണ്ടാവുമല്ലേ. എല്ലാവരോടും സങ്കടം പറയുന്നതും നിർത്തുക. 10% ആളുകൾക്ക് മാത്രമേ ആത്മാർത്ഥമായ വിഷമമുള്ളൂ. ബാക്കി 90% പേരും നിങ്ങൾ തോൽക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നവരാണ്. നിങ്ങളെ തകർക്കാൻ കാത്തിരിക്കുന്നവർക്ക് അത് ആയുധമാകും. ഇനി എന്താണ്? പങ്കാളിയുടെ സ്വഭാവവും കുടുംബ വഴക്കും, ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട്സ്. ചാണക്യൻ പറയുന്നത് എന്താണെന്ന് നോക്കിയാലോ. വീടിനുള്ളിലെ തർക്കങ്ങൾ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ തീർക്കണം. നമുക്കൊരു കുഞ്ഞു കഥ കൂടി നോക്കിയാലോ. ഒരിക്കൽ ഒരു മന്ത്രി തൻ്റെ ഭാര്യയുമായുള്ള വഴക്ക് മദ്യലഹരിയിൽ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. ആ സുഹൃത്ത് അത് കൊട്ടാരത്തിൽ പാട്ടാക്കി. അവസാനം രാജാവ് എന്താണ് ചിന്തിച്ചതെന്നറിയുമോ? സ്വന്തം ഭാര്യയെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ എങ്ങനെ രാജ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ്. പാവം ആ മന്ത്രിക്ക് ജോലി നഷ്ടമായി. ഇന്നത്തെ ജീവിതത്തിൽ പങ്കാളിയെക്കുറിച്ചോ സുഹൃത്തുക്കളെക്കുറിച്ചോ വീട്ടുകാരോട് പരാതി പറയുന്നത് ഒഴിവാക്കുക. നിങ്ങൾ പിന്നീടൊന്നായാലും മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചുള്ള മോശചിത്രം മായുകയില്ല. ഇത് കുടുംബം തകരാൻ കാരണമാകും. ഇനി എന്താണ്? നേരിട്ടുള്ള അപമാനങ്ങൾ, എക്സ്പീരിയൻസസ് ഓഫ് ഇൻസൾട്ട്. ചാണക്യൻ പറയുന്നത് എന്താണെന്ന് നോക്കിയാലോ. നിങ്ങൾ ആരെങ്കിലും അപമാനിച്ചാൽ അത് രഹസ്യമായി വെക്കുക. അത് വിളിച്ചു പറയുന്നത് നിങ്ങളെ വീണ്ടും അപമാനിക്കുന്നതിന് തുല്യമാണ്. നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ. ചാണക്യനെ നന്ദരാജാവ് സഭയിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ടു. ചാണക്യൻ അത് നാട്ടുകാരോട് പറഞ്ഞ് കരഞ്ഞില്ല. പകരം ആ അപമാനം ഒരു കനലായി ഉള്ളിൽ സൂക്ഷിച്ചു. മൗനമായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യനെ വളർത്തിയെടുത്തു. അവസാനം നന്ദവംശത്തെ തന്നെ തകർത്തു. ഇന്നത്തെ ജീവിതത്തിൽ ഓഫീസിലോ പൊതുസ്ഥലത്തോ നിങ്ങൾക്ക് നേരിട്ട് ഇൻസൾട്ട് ആരോടും പറയരുത്. പകരം അത് വിജയത്തിലേക്കുള്ള ഇന്ധനമാക്കുക. നിങ്ങളുടെ വിജയം കണ്ട് അവർ അമ്പരക്കണം. മൗനമാണ് ഏറ്റവും വലിയ മറുപടി. നിങ്ങളുടെ ലക്ഷ്യങ്ങളാണ് അടുത്തത്. ഫ്യൂച്ചർ പ്ലാൻസ്. ചാണക്യൻ പറയുന്നത് ഒരു ലക്ഷ്യം പൂർത്തിയാകുന്നതിന് മുമ്പ് അത് പ്രഖ്യാപിക്കുന്നത് വിഡ്ഢിത്തമാണ്.
അത് നിങ്ങളുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടും. ഇതിലൊരു തത്വമുണ്ട്. പ്ലാനുകൾ രഹസ്യമായി വെക്കുമ്പോൾ നിങ്ങൾക്കത് പൂർത്തിയാക്കാനുള്ളൊരു സമ്മർദ്ദം ഉള്ളിലുണ്ടാകും. എന്നാൽ എല്ലാവരോടും പറഞ്ഞു കഴിയുമ്പോൾ പകുതി വിജയിച്ച പ്രതീതി മനസ്സിലുണ്ടാവും. ഫോൾസ് സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ആണത്. പിന്നെ കഠിനാധ്വാനം ചെയ്യാൻ മടി തോന്നുകയും ചെയ്യും. ഇന്നത്തെ ജീവിതത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതോ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നതോ പുതിയ വണ്ടി വാങ്ങാൻ പോകുന്നതോ ആരോടും പറയണ്ട. നടന്നതിന് ശേഷം മാത്രം ലോകം അറിയട്ടെ. നെഗറ്റീവ് എനർജിയും അസൂയയും നിങ്ങളുടെ പ്ലാനുകളെ ബാധിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. നിന്റെ കണ്ണീർ തുടയ്ക്കുക, അത് ആരും കാണരുത്. നിന്നെ തളർത്തിയവർക്ക് നിന്റെ പുഞ്ചിരി കൊണ്ട് മറുപടി നൽകുക. നിന്റെ രഹസ്യങ്ങൾ നിന്റെ ഉള്ളിൽ നിധി പോലെ കാത്തു സൂക്ഷിക്കുക. നിന്റെ ദുർബലത, നിന്റെ പണം, നിന്റെ ഭാവി പ്ലാൻ, നിന്റെ കുടുംബ പ്രശ്നങ്ങൾ, നിന്റെ പഴയ തോൽവികൾ ഇവയെല്ലാം പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിയന്ത്രണം മറ്റുള്ളവരുടെ കൈകളിലെത്തും. ജീവിതത്തിൽ മുന്നേറാൻ എല്ലാം പറയുന്നവനാകരുത്. ചില കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തനായ മനുഷ്യൻ. നിന്റെ ജീവിതം ഒരു പുസ്തകമല്ല, അത് ആരും വായിക്കാനുള്ളതല്ല. അതൊരു രഹസ്യമാണ്, നീ മാത്രം അറിയേണ്ട രഹസ്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ പറഞ്ഞാൽ എന്താകും? ചാണക്യൻ ഇതിൽ കണ്ണടച്ച് മറുപടി പറഞ്ഞു. നിന്റെ ദുർബലത പറഞ്ഞാൽ നീ ദുർബലനാകും. നിന്റെ പണം പറഞ്ഞാൽ നിന്റെ ലക്ഷ്യം മാറിപ്പോകും. നിന്റെ പ്ലാൻ പറഞ്ഞാൽ നീ ഉപയോഗിക്കപ്പെടും. നിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നീ അപമാനിക്കപ്പെടും. നിന്റെ തോൽവി പറഞ്ഞാൽ നീ വീണ്ടും തോറ്റവനാകും. അതുകൊണ്ട് മൗനം പഠിക്കൂ. മൗനമാണ് ശക്തി. ഈ ഓഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടതെന്ന് വിശ്വസിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഓഡിയോയിൽ കാണും വരെ നന്ദി.